ഈ വിപണിയിൽ ഐസ്ക്രീം വില അതിൽ മാറ്റം വന്നപ്പോൾ എങ്ങനെയാണ് GST പരിഷ്കാരമൊക്കെ ആ വിപണിയെ ബാധിച്ചിരിക്കുന്നത് എന്ന് തന്നെ നോക്കാം. മുൻപ് 18% അതാണ് ഇപ്പോൾ കുറച്ചുകൊണ്ട് 5% ആക്കിയിരിക്കുന്നത്. അത് പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകുമല്ലോ. കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. അപ്പോൾ അവിടെയുള്ളവർ പറയും ഈ വിപണിയിൽ ഈ ഐസ്ക്രീമിന്റെ വിലയൊക്കെ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഗുണം കിട്ടിയിട്ടുണ്ടോ അറിയാം. GSTയുടെ വിലമാറ്റം ഐസ്ക്രീം പ്രേമികൾക്ക് നൽകിയ സന്തോഷം വളരെ വലുതാണ്. ആ സന്തോഷം പൂർണ്ണതോതിൽ അവർക്ക് ലഭ്യമായി തുടങ്ങിയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നേരത്തെ 18% ഐസ്ക്രീമിനുണ്ടായിരുന്ന GST. ഇപ്പോഴത് 13% കുറച്ച് 5% മാറ്റി. പല കമ്പനികളും വില കുറയ്ക്കുകയോ അതിൻ്റെ അളവിൽ വർധന വരുത്തുകയാണ് ആ ഒരു മാറ്റത്തെ ഉൾക്കൊണ്ടത്. ഇത് എത്ര വില? ഇതിപ്പോൾ 40 ഇതിൻ്റെ പ്രൈസ്. ഇത് പുതിയ പാക്കിംഗ് ആണ്. GST മാറിയിട്ടുള്ള ഒരു പുതിയ പ്രൈസിങ് വന്നിരിക്കുന്നതാണ്. ഓൾറെഡി ഇതിൻ്റെ 45 ആണ് ഇതിൻ്റെ MRP ഉണ്ടായിരുന്നത്. ഇപ്പോൾ ടാക്സ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള പ്രൈസാണ് 48 ഇരിക്കുന്നത്. ഐസ്ക്രീമിൻ്റെ വിലയിലെ മാറ്റം ഭൂരിഭാഗം കടകളിലും നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചില കടകളിൽ, പ്രധാനമായും ചെറിയ കടകളിലാണ് GST പരിഷ്കാരത്തിന് മുൻപുള്ള വിലയിൽ ഇപ്പോഴും ഐസ്ക്രീം വിൽപ്പന നടത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ 18% ടാക്സ് കൊടുത്തിട്ടാണ് അത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇൻപുട്ട് കിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇൻപുട്ട് ഓൾറെഡി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയൊരു നഷ്ടം അവിടെ വരുന്നില്ല. പക്ഷേ അവർക്ക് മറ്റു ചെറിയ കടക്കാർക്ക് 12% കുറച്ച് കൊടുക്കുമ്പോൾ ഒരു വലിയൊരു നഷ്ടം അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഐസ്ക്രീം കമ്പനികൾ പലരും എന്ന് വെച്ചാൽ ആദ്യം വില കുറച്ചിരുന്നു, നമ്മൾ തന്നെ വില കുറച്ച് കൊടുത്തു. ഇപ്പോൾ കമ്പനി പുതിയ ഇത് വരുന്നതെല്ലാം MRP മാറി തന്നെ വരുന്നുണ്ട്. അത് ആ റേഷ്യോ അനുസരിച്ചിട്ട് MRP മാറി വരുന്നുണ്ട്. പഴയ സ്റ്റോക്കുകളെല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് വന്നതാണ്, ഇന്നലെ വന്നാണ് സ്റ്റോക്ക്. അപ്പോൾ അത് അനുസരിച്ചാണ് ഞങ്ങളുടെ വിലയൊക്കെ മാറ്റി റെഡിയാക്കിയിട്ടുള്ളത്. GSTയുടെ മാറ്റം വരുന്നതിന് മുമ്പ് 45 രൂപയായിരുന്നു ഈ ഐസ്ക്രീമിൻ്റെ വില. എന്നാൽ ഇപ്പോൾ ഇത് 40 രൂപയായി താഴ്ന്നു. ഇതുപോലുള്ള മാറ്റങ്ങൾ പല കടകളിലും ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായി ഈ ഒരു മാറ്റം വരുവാൻ ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബിനു പാമ്പയ്ക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.